ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഗ്ലോസ് ചാനൽ. ഈ ചാനലിൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണിൽ ഓൾ എന്ന് എനേബിൾ ചെയ്യുക. ഇന്ന് നമുക്ക് 8ാം ക്ലാസ്സിൻ്റെ ഹിന്ദിയുടെ 8ാമത്തെ ക്ലാസ് നോക്കാം. സുഖ് ദുഃഖ് എന്നതിൻ്റെ 2ാമത്തെ ഭാഗം. അപ്പോൾ ഈ കവിതയുടെ ആദ്യ ഭാഗം നമ്മൾ പഠിച്ചിരുന്നു. മേ നഹി ചാഹത്ത ചിർ സുഖ്, ഞാൻ നിരന്തരമായ സുഖം ആഗ്രഹിക്കുന്നില്ല. മേ നഹി ചാഹത്ത ചിർ ദുഃഖം, ഞാൻ നിരന്തരമായ ദുഃഖവും ആഗ്രഹിക്കുന്നില്ല. സുഖ് ദുഃഖ് ഖി ഖേൽ മിഛാവുനി, സുഖ ദുഃഖങ്ങളുടെ ഒളിച്ചുകളിയാണ്. ഖോലെ ജീവൻ അപ്നാ മുഖ്, അത് ജീവിതത്തിൻ്റെ മുഖം തുറക്കട്ടെ. സുഖ് ദുഃഖ് ഖെ മധുർ മിലൻ സെ, സുഖദുഃഖങ്ങളുടെ മധുരമായ സമ്മേളനത്താൽ യഹ് ജീവൻ ഹോ പരിപൂരൺ, ഈ ജീവിതം പരിപൂർണമാകുന്നു. ഫിർ ഘൻ മേ ഓഞ്ചൽ ഹോ ശശി, പിന്നെ കാർമുകിലിൽ ചന്ദ്രൻ മറയുന്നു. ഫിർ ശശി സെ ഓഞ്ചൽ ഹോ ഘൻ, വീണ്ടും ചന്ദ്രനാൽ കാർമുകിൽ മറയ്ക്കപ്പെടുന്നു. ഇനി നമുക്ക് ഈ കവിതയുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ കൂടി ഒന്ന് നോക്കാം. കവി ക്യാ ചാഹത്തെ ഹേ, കവി ചാഹത്തെ ഹേ കി, ചാഹന ആഗ്രഹം, കവി എന്താണ് ആഗ്രഹിക്കുന്നത്? കവി ആഗ്രഹിക്കുന്നത് ജീവൻ മേ ഹമേശ, ജീവിതത്തിൽ എല്ലായ്പ്പോഴും, ഹമേശ എല്ലായ്പ്പോഴും, സുഖ് ഹി ന ഹോ, സുഖം മാത്രമല്ല, ഓർ ന ദുഃഖ് ഹി, ദുഃഖവുമല്ല എല്ലായ്പ്പോഴും ജീവിതത്തിൽ വേണ്ടത്. സുഖ് ദുഃഖ് കി ഖേൽ മിഛാവുനി ഖോലെ ജീവൻ അപ്നാ മുഖ്, ഈ വരികളിൽ സുഖ് ഓർ ദുഃഖ് കെ മിലൻ കോ കവി ക്യാ കഹത്തെ ഹേ, സുഖത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും സമ്മേളനത്തെ കവി എന്തായിട്ടാണ് പറയുന്നത്? മധുർ മിലൻ കഹത്തെ ഹേ, അതിനെ മധുരമായ സമ്മേളനമായിട്ടാണ് കവി ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്. സുഖ ദുഃഖ കെ മധുർ മിലൻ സെ ഹമാരാ ജീവൻ കൈസെ ഹോ ജാതാ ഹൈ, സുഖദുഃഖങ്ങളുടെ മധുരമായ സമ്മേളനത്തിൽ നമ്മുടെ ജീവിതം എങ്ങനെയാവുന്നു? പരിപൂരൺ ഹോ ജാതാ ഹൈ, പരിപൂർണ ഹോ ജാതാ ഹൈ, കംപ്ലീറ്റ്, പൂർണ്ണമാകുന്നു. ഇനി നമുക്ക് അടുത്ത വരികൾ നോക്കാം. ജഗ് പീഡിത് ഹേ അതി ദുഃഖ് സേ, അതി ദുഃഖ് എന്ന് പറഞ്ഞാൽ അമിതമായ ദുഃഖം, അമിതമായ ദുഃഖത്താൽ ഈ ലോകം വേദനയിലാണ്. അതുപോലെ തന്നെ അമിതമായ സുഖവും വേദനാജനകമാണ്, വേദന നൽകുന്നതാണ്. ജഗ് പീഡിതരെ അതി സുഖ് സേ, അതായത് അമിതമായ ദുഃഖവും അമിതമായ സുഖവും രണ്ടും വേദനാജനകമാണ് എന്നാണ് കവി ഇവിടെ പറയുന്നത്. മാനവ് ജഗ് മേ ബൺ ജാവേ ദുഃഖ് സുഖ് സേ ഔർ സുഖ് ദുഃഖ് സേ, മാനവ് എന്ന് പറഞ്ഞാൽ മനുഷ്യർ, മാനവരാശി ലോകത്തിൽ ദുഃഖവും സുഖവും അതുപോലെ തന്നെ സുഖവും ദുഃഖവും ഇതെല്ലാം പരസ്പരം പങ്കുവയ്ക്കണം. അപ്പോൾ ഇവയുടെ ഒരു സമ്മേളനമാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് എന്നാണ് കവി ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇസ് ദുനിയ അതി ദുഃഖ സെ പീഡിത, ഈ ലോകം അമിതമായ ദുഃഖത്താൽ വേദനിക്കുന്നു. ഉസി പ്രകാർ, അതേപോലെ തന്നെ അതിസുഖം, ധാരാളം സുഖമുണ്ടാകുമ്പോഴും നമുക്ക് വേദന തോന്നും, അത് വേദനയുടെ ഒരു കാരണമായി മാറുന്നു. അതായത് എല്ലായ്പ്പോഴും സുഖം മാത്രമായാൽ അതും വേദനയാണ്, എല്ലായ്പ്പോഴും ദുഃഖം മാത്രമായാൽ അതും വേദനയാണ്. സുഖ് സെ ദുഃഖ് ഓർ ദുഃഖ് സെ സുഖ് ബഡ് ജാവേ യഹി കവി ചാഹത്തെ ഹേ എന്ന് പറഞ്ഞാൽ എന്താണ്? സുഖത്താൽ ദുഃഖവും ദുഃഖത്താൽ സുഖവും വീതിക്കപ്പെടണം എന്നാണ് കവി ഇവിടെ ആഗ്രഹിക്കുന്നത്. അതായത് ധാരാളം ദുഃഖമുണ്ടാകുമ്പോൾ അവിടെ ഒരു സുഖം ഇടയ്ക്ക് വരണം, അതുപോലെ ധാരാളം സുഖമുണ്ടാകുമ്പോൾ അവിടെ ഇടയ്ക്കൊരു ദുഃഖം കടന്നു വരണം. അപ്പോൾ മാത്രമാണ് നമുക്ക് ജീവിതം ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയായിരിക്കണം ജീവിതം എന്നാണ് കവി ആഗ്രഹിക്കുന്നത്. ഇനി വരികളുടെ ആശയം നോക്കാം. അതി ദുഃഖ് സേ ജഗ് പീഡിത് ഹേ ഉസി പ്രകാർ അതി സുഖ് ഭി പീഡ കാ കാരണം ഹേ, ധാരാളം വേദന ഉണ്ടാകുമ്പോൾ നമുക്ക് സങ്കടം തോന്നും, അതുപോലെ തന്നെ ധാരാളം സുഖമുണ്ടാവുന്നതും അമിതമായ സുഖമുണ്ടാവുന്നതും വേദനയുടെ കാരണമാണ്. ഇസ്ലിയേ, അതുകൊണ്ട് കവി ചാഹത്തെ ഹേ, കവി ആഗ്രഹിക്കുന്നു കി ദുഃഖ ഓർ സുഖ്, ദുഃഖവും സുഖവും
മാനവ ജീവൻ മേ മനുഷ്യരുടെ ജീവിതത്തിൽ സമാൻ രൂപസേ ഹോജായെ ഒരേപോലെ ഉണ്ടാവട്ടെ എന്ന്. അതായത് ദുഃഖം മാത്രമല്ല സുഖം മാത്രമല്ല, രണ്ടും ഒരുപോലെ മാറി മാറി വരട്ടെ എന്ന് കവി ആഗ്രഹിക്കുന്നു. അപ്പോൾ അതാണ് ഈ വരികളുടെ ആശയം. അവിരത് ദുഃഖ ഹേ ഉത്പീഡൻ. അവിരത് എന്ന് പറഞ്ഞാൽ നിരന്തരമായ ദുഃഖം. ഉത്പീഡൻ വേദനാജനകമാണ്. അവിരത് സുഖഭി ഉത്പീഡൻ, നിരന്തരമായ സുഖവും വേദനാജനകമാണ്. ദുഃഖ സുഖി നിശ ദിവാമി. നിശ എന്ന് പറഞ്ഞാൽ രാത്രി, ദിവ എന്ന് പറഞ്ഞാൽ ദിൻ, പകൽ. ദുഃഖവും സുഖവും രാത്രിയും പകലും എന്നതുപോലെ, അതായത് രാത്രിയെ ദുഃഖത്തോടും ദിവസം ദിനത്തെ സുഖത്തോടും ഉപമിച്ചിരിക്കുകയാണ്. സോത്ത ജാഗത്ത ജഗജീവൻ. സോത്ത എന്ന് പറഞ്ഞാൽ ഉറങ്ങുക, ജാഗത്ത എന്ന് പറഞ്ഞാൽ ഉണരുക. ദുഃഖത്തിൻ്റെയും സുഖത്തിൻ്റെയും രാത്രിയിലും പകലിലും ലോകത്തിൻ്റെ ജീവൻ അതായത് മനുഷ്യരുടെ ജീവൻ ഉറങ്ങുകയും ഉണരുകയും ചെയ്യട്ടെ. അതായത് ദുഃഖവും സുഖവും ജീവിതത്തിൽ മാറി മാറി വരട്ടെ. സുഖ കാ മഹത്വ ഹം തബീ സമസ്തേ ഹെ. സുഖത്തിൻ്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കുക. എപ്പോഴാണ് മനസ്സിലാക്കുന്നത്? ജബ് വഹ് ദുഃഖക്കെ ബാദ്, അതൊരു ദുഃഖത്തിന് ശേഷം ആത്താ ഹെ, വരുമ്പോഴാണ്. അതായത് കുറേ സുഖം മാത്രം ഉണ്ടായാൽ സുഖത്തിൻ്റെ മഹത്വം മനസ്സിലാക്കാൻ പറ്റില്ല. കുറേ ദുഃഖത്തിന് ശേഷം ഇടയ്ക്ക് സുഖം വരുമ്പോൾ മാത്രമാണ് നമ്മൾ സുഖത്തിൻ്റെ ആ അനുഭവം നമ്മൾ മനസ്സിലാക്കുന്നത്. അവിരത് സുഖബി ഉത്പീഡൻ ക്യാ ആപ് ഇസ് സഹമത് ഹെ. നിങ്ങൾ ഇതിനോട് യോജിക്കുന്നു? ക്യോ, എന്തുകൊണ്ട്? നിരന്തരമായ സുഖം ഉത്പീഡനമാണ്, വേദനാജനകമാണ് എന്നതിനോട് നിങ്ങൾ എഗ്രി ചെയ്യുന്നുവോ? എന്തുകൊണ്ട്? എഗ്രി ചെയ്യുന്നു. ഹമേ ഇസെ സഹമത് ഹെ, ഞങ്ങളിതിനോട് യോജിക്കുന്നു. കാരണം ക്യോങ്കി അവിരത് ദുഃഖ് ഓർ അവിരത് സുഖ് ദോനോ പീഡാദായക് ഹെ. ദീർഘനാൾ നീണ്ടു നിൽക്കുന്ന അഥവാ നിരന്തരമായ ദുഃഖവും നിരന്തരമായ സുഖവും വേദനാജനകമാണ്. യഹ കവി ദുഃഖക്കോ നിശാക്കെ പ്രതീക്. ഇവിടെ ദുഃഖത്തെ നിശ, രാത്രിയുടെ പ്രതീകമായി പറയുന്നു. ബത്തായ ഗയാ ഹെ. ഓർ സുഖക്കോ, സുഖത്തെയോ ദിനത്തിൻ്റെ അഥവാ ദിവസത്തിൻ്റെ രൂപത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നു. ദുഃഖരൂപി രാത്രി, ദുഃഖമാകുന്ന രാത്രിയിൽ ഇസ് ജഗത് കാ ജീവൻ സോത്ത ഹെ. ഈ ലോകത്തിൻ്റെ ജീവൻ അതായത് മനുഷ്യർ ഉറങ്ങുന്നു. ഉസി പ്രകാർ, അതുപോലെ സുഖമാകുന്ന ദിനത്തിൽ മനുഷ്യർ ഉണരുന്നു. ഇനി വരികളുടെ ആശയം നമുക്കൊന്ന് നോക്കാം. കവിക്ക് അനുസാർ, കവി പറയുന്നതനുസരിച്ച് അബ് ദുഃഖി സമാൻ സുഖ് ഭി, ദുഃഖത്തെ പോലെ തന്നെ, സമാൻ എന്ന് പറഞ്ഞാൽ പോലെ തന്നെ, ദുഃഖത്തെ പോലെ തന്നെ സുഖവും പീഡാക കാരൺ, വേദനയുടെ കാരണമാണ്. ഹം രാത് മീം സോ ജാത്തേ ഹെ, നമ്മൾ രാത്രിയിൽ ഉറങ്ങുന്നു, അതുപോലെ പ്രഭാതത്തിൽ ജാഗുഡ്തേ ഹെ, അതായത് ഉണരുന്നു. ഉസി പ്രകാർ, അതുപോലെ തന്നെ ദുഃഖ് ഓർ സുഖ് കെ ആ ജാനെ സെ, ദുഃഖവും സുഖവും മാറി മാറി വരുന്നതനുസരിച്ച് ജഗത് കാ ജീവൻ ചൽത്താ രഹത്താ ഹെ, നമ്മുടെ ജീവിതങ്ങൾ ചൽത്താ രഹത്താ ഹെ, നീങ്ങുന്നു. സുഖവും ദുഃഖത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് നീങ്ങുന്നത്. ഇനി അടുത്ത വരികൾ നോക്കാം. യഹ് സാഞ്ച് ഉഷാ ക ആംഗൻ ആലിംഗൻ വിരഹ് മിലൻ ക. സാഞ്ച് എന്ന് പറഞ്ഞാൽ സന്ധ്യ, ഉഷ എന്ന് പറഞ്ഞാൽ പ്രഭാതം. സന്ധ്യയും പ്രഭാതവും നമ്മുടെ ജീവിതമാകുന്ന മുറ്റത്ത് വരുന്നത് പോലെ വിരഹവും അതുപോലെ മിലൻ കൂടിച്ചേരലും സെപ്പറേഷനും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ സുഖദുഃഖങ്ങളെപ്പോലെ മാറി മാറി വരുന്നു എന്ന് പറയുന്നു. ചിർഹാസ് അശ്രുമയ് ആനന്ദ് രേ ഇസ് മാനവ് ജീവൻ ക. നിരന്തരമായ ചിരമായ ഹാസ് എന്ന് പറഞ്ഞാൽ ചിരി, സന്തോഷം. അശ്രുമയ് എന്ന് പറഞ്ഞാൽ കണ്ണുനീര്. സന്തോഷം കണ്ണുനീരും മുഖത്ത് മാറി മാറി വരുന്നത് പോലെ മാനവ ജീവനിൽ സുഖവും ദുഃഖവും മാറി മാറി വരുന്നു എന്നാണ് ഇവിടെ കവി പറയുന്നത്. ജിസ് തരഹ സന്ധ്യ കെ ബാദ് പ്രഭാത് ആത്താ ഹെ. സന്ധ്യയ്ക്ക് ശേഷം എപ്രകാരമാണോ പ്രഭാതം പൊട്ടിവിടുന്നത്, ഉസി തരഹ് അതുപോലെ വിരഹത്തിന് ശേഷവും
മിലൻ ഹോ ജാത്താ ഹെ, വിരഹം ദുഃഖം എന്ന ഇവിടെ വിരഹത്തിന് ശേഷം, അതായത് സെപ്പറേഷന് ശേഷം മിലൻ കൂടിച്ചേരൽ ഉണ്ടാവുന്നു. യഹ പന്ത്ജി കഹത്തെ, ഇവിടെ സുമിത്രാനന്ദൻ പന്ത് അദ്ദേഹം പറയുന്നത് എന്താണ്? ജീവൻ രൂപി അങ്കൻ, നമ്മുടെ ജീവിതമാകുന്ന മുറ്റത്ത് സുഖവും ദുഃഖവും സന്ധ്യയും പ്രഭാതവും പോലെയാണ് എന്നാണ് പറയുന്നത്. യഹ ഹാസ് സുഖ, ഇവിടെ ചിരി എന്നുള്ളത് സുഖത്തിൻ്റെയും, ആശ്രു കണ്ണുനീര് എന്നുള്ളത് ദുഃഖത്തിൻ്റെയും പ്രതീകമാണ്. ചെഹരേമേ, മുഖത്ത്, ആനൻ എന്ന് പറഞ്ഞാൽ മുഖമാണ് അല്ലേ. ചെഹരേമേ, മുഖത്ത്, കബി ഹാസ് ഔർ കബി ആസു, ചിലപ്പോൾ ചിരിയും ചിലപ്പോൾ സങ്കടവും വരും. ഉസി തരഹ്, അതുപോലെ ഹമാര ജീവൻ ബി, നമ്മുടെ ജീവിതത്തിൽ ദുഃഖവും സുഖവും മാറി മാറി വരണം. അങ്ങനെ സുഖദുഃഖങ്ങളാൽ സമ്പൂർണ്ണമാകണം ജീവിതം. ദുഃഖ കാ മാപ്ദണ്ഡ് സുഖ് ഹേ, ദുഃഖത്തിൻ്റെ മാപ്ദണ്ഡ് അളവുകോൽ എന്ന് പറയുന്നത് സുഖമാണ്. അന്തുമേം കവി ക കാമന യഹേ, അവസാനമായിട്ട് കവി പറഞ്ഞു വെക്കുന്ന എന്താണ്? മാനവ ജീവൻ സുഖ ഓർ ദുഃഖ സേ സമ്പൂർണ്ണ ഹോ ജായ, മാനവ ജീവൻ സുഖദുഃഖത്താൽ സമ്പൂർണ്ണമാവട്ടെ എന്ന്. അങ്ങനെയാണ് കവി ആശംസിക്കുന്നത്. ഇനി നമുക്ക് മറ്റൊരു എക്സസൈസ് നോക്കാം. ശാശ്വത ദുഃഖ ഓർ സുഖ് ധോനോ ഉത്പീഡൻ ഹേ, ശാശ്വതമായ ദുഃഖവും സുഖവും വേദനാജനകമാണ്. ഏതാണ് ഈ ആശയം നൽകുന്ന വരികൾ? ജഗ് പീഡിത് ഹേ അതി ദുഃഖുസേ, ജഗ് പീഡിതരെ അതി സുഖുസേ. അപ്പോൾ ഈ വരികളിലൂടെയാണ് നമുക്ക് ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന ആശയം വ്യക്തമാകുന്നത് അല്ലേ. ഇനി അടുത്ത് നോക്കാം. മാനവ് കാ സംസാർ സുഖ് ഓർ ദുഃഖ സേ ബൺ ജായേ, മാനവൻ്റെ ജീവിതം സുഖവും ദുഃഖവും നിറഞ്ഞതാണെന്നുള്ള അർത്ഥം വരുന്ന വരികൾ ഏതാണ്? മാനവ് ജഗ് മേം ബഡ് ജാവേ ദുഃഖ സുഖ് സേ ഔർ സുഖ് ദുഃഖ സേ. അടുത്ത് നോക്കാം. സംസാർ ദുഃഖ് ഓർ സുഖ് കി അധികത സേ, സംസാർ ഈ ലോകം ദുഃഖത്തിൻ്റെയും സുഖത്തിൻ്റെയും അധികത മൂലം വേദനാജനകമാണ്. അവിരത് ദുഃഖ്, നിരന്തരമായ ദുഃഖം വേദനാജനകമാണ്. നിരന്തരമായ സുഖവും വേദനാജനകമാണ്. അവിരത് സുഖ് ബി പീഡിത് ഹെ. അടുത്തത് യഹ് സംസാർ ദുഃഖരൂപി രാത്മേം സോത്താ ഹെ, ഈ ലോകം ദുഃഖമാകുന്ന രാത്രിയിൽ ഉറങ്ങുന്നു, സുഖമാകുന്ന ദിനത്തിൽ ഉണരുന്നു. ഈ അർത്ഥം വരുന്ന വരികൾ ദുഃഖ സുഖ് കി നിശാ ദിവാമേം സോത്താ ജാഗത ജഗജീവൻ. അടുത്തത് മനുഷ്യ കാ മുഖ്, മനുഷ്യരുടെ മുഖം ഹസി സന്തോഷവും അതുപോലെ കണ്ണുനീരും നിറഞ്ഞതാണ്. ഭർജായേ ചിർ ഹാസ് അശ്രുമൈ ആനൻ രേ ഇസ് മാനവ് ജീവൻ കാ. അപ്പോൾ അതാണ് വരികൾ. ഇനി നമുക്കൊരു പദപ്രശ്നത്തിൻ്റെ ചോദ്യങ്ങൾ നോക്കാം. വർഗ് പഹേലി, ദായി ഓർ വലത്തേക്ക്. മുഖ് കാ സമാനാർത്ഥ ശബ്ദം, മുഖത്തിൻ്റെ സമാനാർത്ഥമായ ശബ്ദം ആനൻ. ഇസ്ക അർത്ഥ ഹേ ആകാശ്, ആകാശ് എന്നർത്ഥം വരുന്ന വാക്ക് ഗഗൻ. സുഖ ദുഃഖ കെ മിലൻ സേഹ് പരിപൂർണ ഹോ ജാത്ത ഹെ, സുഖദുഃഖത്തിൻ്റെ സമ്മേളനത്തിൽ പരിപൂർണമാകുന്നത് എന്താണ്? ജീവൻ. അടുത്ത യഹ് നിരന്തർ കാ സമാനാർത്ഥ ഹെ, നിരന്തരം എന്നുള്ളതിൻ്റെ സമാനാർത്ഥി വാക്ക് ഏതാണ്? അവിരത്. നീച്ചെ കി ഓർ താഴേക്ക്. സഫലത പാനെ കെ ലിയേ ഇസ്കി ജറൂരത് ഹെ, സഫലത വേണമെങ്കിൽ ഇതിൻ്റെ ആവശ്യമുണ്ട്. എന്തിൻ്റെ? മെഹനത്, അധ്വാനം. മേഘ് എന്നുള്ളതിന് കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കേതാണ്? ഘൻ. കവിതാ സേ കവിതാമേം സംസാർ ക പ്രതീകാത്മക ശബ്ദം, ലോകം ദുനിയ എന്നുള്ളതിൻ്റെ പ്രതീകാത്മകമായ ശബ്ദം എന്താണ്? വാക്കേതാണ് കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്നത്? സംസാർ എന്നുള്ളതിന് ജഗ്. ഉഷ എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണ്? ഉഷ പ്രഭാത്. സുഖ് ദുഃഖ് കിസ് വിധി കി രചന ഹെ, എങ്ങനെയുള്ള രചനയാണ് സുഖ് ദുഃഖ്? കവിതയാണ് അല്ലേ, കവിത. യഹ് കബി നഹി ബോൽന ചാഹി, ഇത് ഒരിക്കലും പറയാൻ പാടില്ല. എന്താണ് നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ലാത്തത്? ഝൂട്ട്, കള്ളം പറയാൻ പാടില്ല. ഇനി നമുക്ക് കവിതയെ പറ്റിയുള്ള ആശയം എഴുതണം. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് വേണ്ടത്? കവിയെ പരിചയപ്പെടുത്തണം, കവിയുടെ പേര് കാര്യങ്ങൾ ഉണ്ടാവണം. പിന്നെ വിഷയവസ്തു എന്താണ് നമ്മൾ എഴുതണേ, ആ ഒരു എന്തിനെ പറ്റി, ഏത് കവിതയെ പറ്റിയാണ് എഴുതുന്നത് അത്. പിന്നെ നമ്മുടെ ദൃഷ്ടികോണം, നമ്മുടെ ദൃഷ്ടിയിൽ നിന്ന് നോക്കുമ്പോൾ എന്താണ് കവിതയുടെ ആശയം എന്നുള്ളത് എഴുതുക. അപ്പോൾ അതിനുവേണ്ടി കുറേ സൂചനകളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമുക്കൊരു
ചെറിയൊരാശയം ഈ സൂചനകൾ ഉപയോഗിച്ചിട്ടുള്ള ഒരെണ്ണം എഴുതാം. എങ്ങനെയാണെന്ന് നോക്കാം. ജ്ഞാൻപീഠ് സെ പുരസ്കൃത് കവി, ജ്ഞാനപീഠ പുരസ്കാരം നേടിയ കവി സുമിത്രാനന്ദൻ പന്തിൻ്റെ സരളമായ കവിത, സരൾ കവിതയാണ് ദുഃഖ് സുഖ് ദുഃഖ്. ഓക്കെ. ഇൻമേ കവി കഹത്തെ ഹെ കി, ഇതിൽ കവി പറയുന്നത് ജീവൻമേം ജീവിതത്തിൽ ചിർ സുഖ് യാ ചിർ ദുഃഖ് നഹി ചാഹത്തെ ഹെ, സ്ഥിരമായ സുഖവും ദുഃഖവും ആവശ്യമില്ല. സുഖ് ദുഃഖ് കെ മധുർ മിലൻ സെ, സുഖദുഃഖത്തിൻ്റെ മധുരമായ സമ്മേളനത്തിൽ നമ്മുടെ ജീവിതം പരിപൂർണമാകുന്നു. അധികമായ ദുഃഖവും അധികമായ സുഖവും രണ്ടും വേദനയുടെ കാരണമാകുന്നു. കവി ചാഹത്തെ ഹേ കി, കവി ആഗ്രഹിക്കുന്നു മാനവ ജീവൻ മനുഷ്യരുടെ ജീവിതത്തിൽ സുഖവും ദുഃഖവും രണ്ടും സമാൻ രൂപസേ ഹോ ജായേ, സമാനമായ ഒരുപോലെ ഉണ്ടാവട്ടെ എന്ന്. ഇത് വേറെ ഒരു ഉദാഹരണം കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കവിതയിൽ ശബ്ദയുഗ്മോ ക ചയൻ കർക്ക് ലിഖേ, അപ്പം അതിൽ നിന്ന് നമ്മൾ കവിതയിൽ നിന്ന് ശബ്ദയുഗ്മം, അതായത് ഒരേപോലെ ഇങ്ങനെ വേർഡ് കോമ്പിനേഷൻ എന്ന് പറയും, വേർഡ് കോമ്പിനേഷൻ, ഒരേപോലെയുള്ള വേർഡ് കോമ്പിനേഷൻസ് എടുത്ത് എഴുതുക. ഏതൊക്കെയാണ്? സുഖ് ദുഃഖ്, നിശാദിവ, സോത്തേ ജാഗത്തെ, സാഞ്ച് ഉഷ, വിരഹ് മിലൻ, ഹാസ് ആശ്രു. ഈ വാക്കുകൾ നോട്ട്ബുക്കിൽ എഴുതുക. അപ്പോൾ ഇതിൻ്റെ അർത്ഥം കൂടി നമുക്ക് നോക്കാം അല്ലേ. നേരത്തെ നമ്മൾ പറഞ്ഞ ഒരാശയം. സുഖ് ദുഃഖ് കവിത ശ്രീ സുമേന്ദ്രനാഥ് പന്ത് കി ഹെ. ഇസ്മേം, ഈ സുമേന്ദ്രനാഥ് പന്തിൻ്റെ കവിതയിൽ ജീവിതത്തിൻ്റെ അസ്ലിയത്ത് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. വേ കഹത്തെ, അദ്ദേഹം പറയുന്നു ജീവൻ സുഖദുഃഖപൂർണമാണ്, സുഖവും ദുഃഖവും അവയുടെ ഒരു ഖേൽ മിച്ചവന്, ഒളിച്ചുകളി ജീവിതത്തിൻ്റെ വാസ്തവികമായ മുഖം, ശരിയായ മുഖം ഖോലാ ദേത്താ ഹെ, തുറക്കുന്നു. സുഖ് ദുഃഖ് കെ മധുർ മിലൻ സേ, സുഖദുഃഖങ്ങളുടെ മധുരമായ സമ്മേളനത്തിൽ ജീവൻ പൂർണ്ണമാകുന്നു. ജീവിതത്തിൽ ദുഃഖം അതുപോലെ ചില സമയത്ത് സുഖത്തിലേക്ക് ബദൽത്താ ഹെ, മാറുന്നു. സുഖം ദുഃഖത്തിലേക്കും ദുഃഖം സുഖത്തിലേക്കും മാറുന്നു. കബി സുഖ് ദുഃഖമേ പരിണിത്, പരിണിത് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഹോ ജാത്താ ഹെ. സംസാർ അതി ദുഃഖ് ഓർ ദുഃഖ് സേ പീഡിത് ഹെ, അമിതമായ സുഖത്താലും ദുഃഖത്താലും ഈ ലോകം വേദനിക്കുകയാണ്. സുഖവും ദുഃഖവും മാനവ ജീവൻമേ ബറാബർ ഹെ, രണ്ടും ഒരുപോലെ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാവണം. നിരന്തരമായ ദുഃഖവും നിരന്തരമായ സുഖവും രണ്ടും വേദന നൽകുന്നതാണ്. സുഖ് ദുഃഖ് രൂപി ദിൻ രാത്, സുഖത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും രൂപത്തിലുള്ള ദിവസവും രാത്രിയും ലോകത്തിൻ്റെ ജീവൻ സോത്ത ഓർ ജാഗ്ത ഹെ, ജീവൻ അതായത് നമ്മുടെ ജീവിതങ്ങളെ ഉറക്കുകയും ഉണർത്തുകയും ചെയ്യുന്നു. ഇസ് സന്ധ്യ ഓർ ഉഷാക്കെ അങ്കന്മേ, സന്ധ്യയുടെയും പ്രഭാതത്തിൻ്റെയും മുറ്റത്ത് വിരഹത്തിൻ്റെയും കൂടിച്ചേരലിൻ്റെയും ആലിംഗനം ഉണ്ടാവുന്നു. മാനവ് ജീവൻ കാ മുഖ് സദാ ഹസി ഔർ ആസു സേ ഭരാ ഹെ, മാനവ് ജീവൻ മനുഷ്യൻ്റെ ജീവൻ കാ മുഖ്, ജീവൻ മനുഷ്യജീവൻ്റെ മുഖം, ഫേസ്, സദാ എല്ലായ്പ്പോഴും, ഹസി ഓർ ആസു സേ സന്തോഷത്താലും അതുപോലെ കണ്ണുനീരാലും നിറഞ്ഞിരിക്കുകയാണ്, ഭരാഹെ നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് എന്ന ബട്ടണിൽ അമർത്തി നോട്ടിഫിക്കേഷൻ ബെല്ലിൽ ഒന്ന് പ്രസ് ചെയ്ത് തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും, അതിൽ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഇനി ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്ഡേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഫോണിൽ വരികയുള്ളൂ നോട്ടിഫിക്കേഷൻസ്. ഇനി ഈ ചാനൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.